Nobody's teaching you, but Holy Spirit is just guiding the flow. Thank you, Holy Spirit. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വാട്ട് ഈസ് പ്രേ ഇൻ സ്പിരിറ്റ്? Holy Spirit is guiding us. അതാണ് ഫസ്റ്റ് കൊരിന്ത്യർ 14-15 വായിക്കുന്നത്. വാട്ട് ഷാൽ ഐ ഡു? I will pray with my spirit, but I will also pray with my mind. അപ്പോൾ നമ്മുടെ മൈൻഡിലും പ്രാർത്ഥിക്കാൻ പറ്റും, സ്പിരിറ്റിലും പ്രാർത്ഥിക്കാൻ പറ്റും. We could pray in our mind and in spirit, like in 1 Corinthians 14. അന്യഭാഷയല്ല അന്യഭാഷയല്ല ആക്ച്വലി എന്താ പറയുക, സ്പിരിറ്റിൽ മൈ സ്പിരിറ്റിലുള്ള പ്രാർത്ഥന അന്യഭാഷയല്ല. മൈ സ്പിരിറ്റിലുള്ള പ്രാർത്ഥന അന്യഭാഷയും മൈ സ്പിരിറ്റിലുള്ള പ്രാർത്ഥനയും വ്യത്യാസമുണ്ട്. There's a difference between speaking in other tongues and speaking in his spirit. അവിടെ എഴുതിയിട്ടുണ്ട്, I will also sing with my mind, I will sing also my spirit. എൻ്റെ ആത്മാവിൽ എനിക്ക് സിംഗ് ചെയ്യാൻ പറ്റും, എൻ്റെ ആത്മാവിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, എൻ്റെ മൈൻഡിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, എൻ്റെ ആത്മാവിൽ എനിക്ക് കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ മൈൻഡിലും കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ പറ്റും. I can worship in my mind, I can worship in spirit, I can sing in my mind and I can sing in spirit. സോ ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. It's all happening in our spiritual life. അതുകൊണ്ട് റോമലേഖനം 8:26 കർത്താവ് എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്, സ്പിരിറ്റാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ വീക്ക്നെസ്സസിൽ സ്പിരിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത്. That's why in Romans 8:26 it says Holy Spirit helps our infirmities in our infirmity what to. So spirit help us in our weaknesses എന്നിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. The Spirit helps in our weakness. We don't know how to pray many times. Yeah. So we don't know what we ought to pray എന്നിരിക്കുന്നത്. We don't know what to ought to pray. So അവിടെ ഇരിക്കുന്നത് but the Spirit himself intercedes എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മധ്യസ്ഥ അണയ്ക്കുന്നു. Holy Spirit is interceding for us. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മുടെ സ്പിരിറ്റിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. So we are trusting in Holy Spirit and asking our spirit to pray. ചില സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല. വേർഡ് cannot express എന്ന് അവിടെ ഇരിക്കുന്നത്. groans, that word cannot express. Groaning. Yeah, groaning. Sometimes we cannot express and the spirit is groaning. Yeah, ചില സമയത്ത് നമുക്ക് അറിയത്തില്ല എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. We ourselves groan within ourselves. We don't know what to pray, what we are praying, but Holy Spirit is praying inside us. ചില സമയത്ത് നമ്മൾ ഉറക്കത്തിൽ പ്രാർത്ഥിക്കും. Sometimes we pray in our sleep. ഈ ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല. God never sleeps. മനുഷ്യൻ ഉറങ്ങുന്നു, പക്ഷെ ദൈവം ഉറങ്ങുന്നില്ല. ജീവജാലങ്ങളെല്ലാം ഉറങ്ങുന്നു, പക്ഷെ ദൈവം ഉറങ്ങുന്നില്ല. People sleeps, all the living creatures sleeps, but God never sleeps. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മുടെ സ്പിരിറ്റിൽ ഇടപെട്ട് രാത്രിയിൽ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കും. So our Holy Spirit is intervening with our spirit and speaking to God in our sleep. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹീലിങ്സ്, ബോഡി ഹീലിങ്സ്, രാത്രിയിലും ഹീലിങ്സ് നടന്നുകൊണ്ടിരിക്കും. Same way God heals our body in the night seasons also. നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷനിലൊക്കെ രാത്രിയിൽ നമ്മൾ ഉറക്കത്തിൽ ഹീലിങ്സ് നടന്നുകൊണ്ടിരിക്കും. And there is healing happening in our mind, body and emotions, even in our sleep. നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. We have to make an atmosphere for Holy Spirit to work in us. രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങുന്നതിന് നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്കൊരു പേഴ്സണൽ പ്രയർ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുമ്പോൾ, ഒരു പക്ഷേ നിങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടാവുമല്ലോ. ആ പ്രയറിൻ്റെ അകത്ത് അവിടെയാണ് നമ്മൾ ദൈവാത്മാവിനോട് പറയുന്നത്, എനിക്ക് രാത്രി സ്വപ്നം കാണിക്കണം, ഇന്ന് രാത്രി കർത്താവിനോട് സംസാരിക്കണം. Before you sleep, you have a personal prayer, and that's when you pray, Lord, show me God's divine intervention, divine dreams, and God speak to me during night.
അവിടെയാണ് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് കർത്താവിൻ്റെ പകൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവിനോട് ക്ഷമ ചോദിക്കേണ്ടത്. That's when you ask forgiveness for anything happened during daytime. അവിടെയാണ് നിങ്ങൾ പറയുന്ന രാത്രിയിൽ ഈ പൈശാചികമായ അല്ലെങ്കിൽ അശുദ്ധാത്മാവിന്റെ സ്വപ്നങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയേണ്ടത് ആ സമയത്താണ്. That's when you are telling God, Lord, I don't want any dreams from the devil during night. അവിടെയാണ് നമ്മൾ മാറ്റപ്പെട്ടാൽ ഒരുപക്ഷെ കർത്താവ് വരികയോ കാഹളം മുഴക്കുകയോ അല്ല നമ്മൾ മാറ്റപ്പെട്ടാൽ എടുക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. That's where you pray, Lord, take me home if today is my day to go. അപ്പോൾ ആ ഒരു കിടക്കുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥനയുണ്ട്. നമ്മൾ ബെഡിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയുണ്ട്. So before you go to bed, there is a prayer. Yeah. ആ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം. That's when you invite Holy Spirit and make an atmosphere for God to work in your life. ഞാൻ ചെയ്യുന്നത് നല്ല ഹോളി സ്പിരിറ്റ് വർഷിപ്പ് സോങ് ഒക്കെ ഇട്ട് ഞാൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിപ്പോകും. What I do is I listen to Holy Spirit music and songs and then make an atmosphere and automatically I sleep. പ്രാർത്ഥിച്ച് ആ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മ്യൂസിക്കിൽ ശ്രദ്ധിച്ച് ആ പാട്ടിൽ ഒന്നിച്ച് കർത്താവിനെ വർഷിപ്പ് ചെയ്ത് നമ്മളങ്ങ് അറിയാതെ ആ വർഷിപ്പിലൂടെ അങ്ങ് ഉറങ്ങിപ്പോകും. And through the worship of Holy Spirit I myself sleep. Yeah. പിന്നെ ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ രാവിലെ കർത്താവ് എപ്പോഴാണ് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് ആ സമയത്ത് ചില സ്വർഗീയ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുവാനുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ പിന്നെ എഴുന്നേൽക്കുന്നത്. Then I wake up by seeing dreams from Holy Spirit. അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്തു അല്ലെങ്കിൽ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാറുണ്ട്. Sometimes God touch me and call me to wake me up. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സെക്കൻഡിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്പിരിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളിങ്ങനെ കർത്താവായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. That's how we know we've been praying in the spirit during night. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ അറിയാം എന്തോ ഒരു വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. When you wake up, you know in your spirit you are praying for something. Upon a spirit himself intercedes for us with the groanings that words cannot express. Amen. അതുപോലെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുമായിരിക്കും നമ്മളുടെ സ്പിരിറ്റ് ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്പിരിറ്റിന് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്പിരിറ്റോട് സംസാരിക്കാൻ പറ്റും. When you're cooking, you can do the same. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നഴ്സസ് ആയിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങൾക്ക് ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. You maybe nurses when you work, your spirit can talk to God. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കണം. കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ സ്പിരിറ്റ് ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. You have to practice that, the connection, how to connect the spirit with the Holy Spirit. അല്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് അതാണ് സ്പിരിറ്റ് ഹിംസെൽഫ് ഇന്റർസീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ സ്പിരിറ്റ് മധ്യസ്ഥയാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കും. That's how we know the spirit is interceding for us according to the will of God. ചില സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കും. ചില സമയത്ത് ദൈവാത്മാവ് എന്ത് ചെയ്യും, ആ വിഷയം ഒന്നുകൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ സ്പിരിറ്റിലേക്ക് കൊണ്ടുവരും. Sometimes we pray, then after a while Holy Spirit remind us to pray, take it again and pray. ആ വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാത്മാവ് എന്ത് ചെയ്യും, വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തും, ആ സ്പിരിറ്റിൽ കൊണ്ടുവരും ഇന്റർസീഡ് ചെയ്യാൻ വേണ്ടി. God will remind us in the spirit to intercede for that person again. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിഷമിച്ച് എന്തോ ഒരു പ്രയാസത്തിൽ ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഒമാനി എന്നൊരു കോൾ വന്നു. ഒമാനി. One day I was so sad and sitting in my office and I had a call from Oman. ഒമാനി എന്നൊരു ദൈവാസം വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവാത്മാവ് അങ്ങയുടെ മുഖം കാണിക്കുന്നു, എന്താ വിഷയം എന്ന് ചോദിച്ചു. And then this guy called me from Oman and he said, sir, when I sit down and pray, the Holy Spirit is showing me your face. What is the issue? ഞാൻ പറഞ്ഞു എന്നെ ഇഷ്യൂവിൽ ഞാൻ ഇരിക്കുകയാണ്, അതാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്. And he said, yes, I am in an issue and that's what God showed you. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞങ്ങൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാനിടയായി. Then he prayed with me through the phone. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്പിരിറ്റ്, അപ്പോൾ സ്പിരിറ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തും, എന്താണ് ഇന്റർസീഡ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തും. The spirit to remind us to intercede in spirit. അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അന്യഭാഷ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ അതും പ്രാക്ടീസ് ചെയ്യണം.
You have to practice that in the spirit also. സോ ഞാൻ പറഞ്ഞത് സ്പിരിറ്റ് വിത്ത് പ്രേയിങ്ങിന് ടങ്ഷനും വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്റർസീഡ് ഫോർ അസ് വിത്ത് ഗ്രോൺസ് വിത്ത് വേർഡ്സ് കനോട്ട് എക്സ്പ്രസ്, അതും രണ്ടാണ്, രണ്ടും ഒന്നല്ല. There's a two things. Groaning in the spirit is different. Speaking in tongue is different. സോ പ്രേയിങ് ഇൻ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വരുന്ന സ്പിരിറ്റ് ഇന്റർസീഡ്, ദൈവമായിട്ട് ഇന്റർസീഡ് ചെയ്യുന്നു. ടങ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. When we groaning in the spirit, the Holy Spirit praying in our heart to God, and tongues is the spirit also. So സ്പിരിറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ആണ്. സ്പിരിറ്റ് ടങ്സ് എന്ന് That's the പറഞ്ഞാൽ gift of Holy Spirit. പ്രേയിങ് ദ സ്പിരിറ്റ്. അപ്പൊ രണ്ടും അത് കൺഫ്യൂഷൻ ആകരുത്. പലപ്പോഴും പലർക്കും അത് കൺഫ്യൂഷൻ ആകാറുണ്ട്, അല്ലെങ്കിൽ പലർക്ക് അത് തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. ഞാൻ പ്രേയിങ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയാണെന്ന് പലരും വിചാരിക്കാവുന്നതല്ല. അന്യഭാഷ വേറെ, പ്രേയിങ് സ്പിരിറ്റ് വേറെ. Praying in spirit is different from when you speak in tongue. പ്രേയിങ് സ്പിരിറ്റും നമ്മൾ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രേയിങ് സ്പിരിറ്റ്, അതായത് നിങ്ങളുടെ ഹൃദയം ദിവസങ്ങളിൽ പാർന്നു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവോട് ചോദിക്കണം നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധാത്മാവോട് ചോദിക്കണം. അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തോട്ട്സ് നിങ്ങളുടെ ഹൃദയത്തിൽ ഓരോ സബ്ജക്റ്റ് ഇട്ട് വരും, അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. Praying in spirit is groaning in the spirit and ask Holy Spirit what subject I have to pray, and God put that topic in your heart. Then you can pray quietly from your spirit to God. അതിനാണ് പ്രേ വിത്ത് മൈ സ്പിരിറ്റ്. എഫേസ്യൽ 1:14 ഒക്കെ പറയുന്നുണ്ട്, പ്രേ വിത്ത് മൈ സ്പിരിറ്റ്. 1 Corinthians 14:40 says pray with my spirit. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പോൾ അത് ദിവസങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വെച്ച അനുഗ്രഹമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Nobody is teaching you by Holy Spirit, is just guiding the flow. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വാട്ട് ഈസ് പ്രേ ഇൻ സ്പിരിറ്റ്? Holy Spirit is guiding us. അതാണ് 1 Corinthians 14-15 വായിക്കുന്നത്. വാട്ട് ഷാൽ ഐ ഡു? I will pray with my spirit, but I will also pray with my mind. അപ്പോൾ നമ്മുടെ മൈൻഡിലും പ്രാർത്ഥിക്കാൻ പറ്റും, സ്പിരിറ്റിലും പ്രാർത്ഥിക്കാൻ പറ്റും. We could pray in our mind and in spirit, like in 1 Corinthians 14. അന്യഭാഷയല്ല അന്യഭാഷയല്ല ആക്ച്വലി എന്താ പറയുക, സ്പിരിറ്റിൽ മൈ സ്പിരിറ്റിലുള്ള പ്രാർത്ഥന അന്യഭാഷയല്ല. മൈ സ്പിരിറ്റിലുള്ള പ്രാർത്ഥന അന്യഭാഷയും മൈ സ്പിരിറ്റിലുള്ള പ്രാർത്ഥനയും വ്യത്യാസമുണ്ട്. There's a difference between speaking in other tongues and speaking in his spirit. അവിടെ എഴുതിയിട്ടുണ്ട്, I will also sing with my mind, I will sing also my spirit. എൻ്റെ ആത്മാവിൽ എനിക്ക് സിംഗ് ചെയ്യാൻ പറ്റും, എൻ്റെ ആത്മാവിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, എൻ്റെ മൈൻഡിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, എൻ്റെ ആത്മാവിൽ എനിക്ക് കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ മൈൻഡിലും കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ പറ്റും. I can worship in my mind, I can worship in spirit, I can sing in my mind and I can sing in spirit. സോ ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. It's all happening in our spiritual life. അതുകൊണ്ട് റോമലേഖനം 8:26 കർത്താവ് എഴുതിയിരിക്കുന്നത്, അല്ല പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്, സ്പിരിറ്റാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ വീക്ക്നെസ്സസിൽ സ്പിരിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത്. That's why in Romans 8:26 it says Holy Spirit helps our infirmities in our infirmity what to. So spirit help us in our weaknesses എന്നിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. The Spirit helps in our weakness. We don't know how to pray many times. Yeah. So we don't know what we ought to pray എന്നിരിക്കുന്നത്. We don't know how to pray. So അവിടെ ഇരിക്കുന്നത് but the Spirit himself intercedes എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മധ്യസ്ഥ അണയ്ക്കുന്നു. Holy Spirit is interceding for us. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മുടെ സ്പിരിറ്റിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. So we are trusting in Holy Spirit and asking our spirit to pray. ചില സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല. വേർഡ് കാനോട്ട് എക്സ്പ്രസ് എന്ന് അവിടെ ഇരിക്കുന്നത്. ഗ്രോൺസ്, ദാറ്റ് വേർഡ് കാനോട്ട് എക്സ്പ്രസ്. Groaning. We are groaning. Sometimes we cannot express and the spirit is groaning. ചില സമയത്ത് നമുക്ക് അറിയത്തില്ല എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. We ourselves groan within ourselves. We don't know what to pray, what we are praying, but Holy Spirit is praying inside us. ചില സമയത്ത് നമ്മൾ ഉറക്കത്തിൽ പ്രാർത്ഥിക്കും. Sometimes we pray in our sleep.
ഈ ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല. God never sleeps. മനുഷ്യൻ ഉറങ്ങുന്നു, പക്ഷെ ദൈവം ഉറങ്ങുന്നില്ല. ജീവജാലങ്ങളെല്ലാം ഉറങ്ങുന്നു, പക്ഷെ ദൈവം ഉറങ്ങുന്നില്ല. People sleeps, all the living creatures sleeps, but God never sleeps. അവിടെ ദൈവം എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മുടെ സ്പിരിറ്റിൽ ഇടപെട്ട് രാത്രിയിൽ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കും. So our Holy Spirit is intervening with our spirit and speaking to God in our sleep. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹീലിങ്സ്, ബോഡി ഹീലിങ്സ്, രാത്രിയിലും ഹീലിങ്സ് നടന്നുകൊണ്ടിരിക്കും. Same way God heals our body in the night seasons also. നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷനിലൊക്കെ രാത്രിയിൽ നമ്മൾ ഉറക്കത്തിൽ ഹീലിങ്സ് നടന്നുകൊണ്ടിരിക്കും. And there is healing happening in our mind, body and emotions, even in our sleep. നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. We have to make an atmosphere for Holy Spirit to work in us. രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങുന്നതന്നെ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്കൊരു പേഴ്സണൽ പ്രയർ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുമ്പോൾ, നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടാവുമല്ലോ. ആ പ്രയറിൻ്റെ അകത്ത് അവിടെയാണ് നമ്മൾ ദൈവാത്മാവിനോട് പറയുന്നത്, എനിക്ക് രാത്രി സ്വപ്നം കാണിക്കണം, ഇന്ന് രാത്രി കർത്താവിനോട് സംസാരിക്കണം. Before you sleep, you have a personal prayer, and that's when you pray, Lord, show me God's divine intervention, dreams, divine dreams, and God speak to me during night. അവിടെയാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് കർത്താവിൻ്റെ പകൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവിനോട് ക്ഷമ ചോദിക്കേണ്ടത്. That's when you ask forgiveness for anything happened during daytime. അവിടെയാണ് നിങ്ങൾ പറയുന്ന രാത്രിയിൽ ഈ പൈശാചികമായ അല്ലെങ്കിൽ അശുദ്ധാത്മാവിന്റെ സ്വപ്നങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയേണ്ടത് ആ സമയത്താണ്. That's when you are telling God, Lord, I don't want any dreams from the devil during night. അവിടെയാണ് നമ്മൾ മാറ്റപ്പെട്ടാൽ, ഒരുപക്ഷെ കർത്താവ് വരികയോ കാഹളം മുഴക്കോ അല്ല, നമ്മൾ മാറ്റപ്പെട്ടാൽ എടുക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. That's where you pray, Lord, take me home. If today is my day to go. അപ്പോൾ ആ ഒരു കിടക്കുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥനയുണ്ട്, നമ്മൾ ബെഡിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയുണ്ട്. So before you go to bed, there is a prayer. ആ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം. That's when you invite Holy Spirit and make an atmosphere for God to work in your life. ഞാൻ ചെയ്യുന്നത് നല്ല ഹോളി സ്പിരിറ്റ് വർഷിപ്പ് സോങ് ഒക്കെ ഇട്ട് ഞാൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിപ്പോകും. What I do is I listen to Holy Spirit music and songs and then make an atmosphere and automatically I sleep. പ്രാർത്ഥിച്ച ആ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മ്യൂസിക്കിൽ ശ്രദ്ധിച്ച് ആ പാട്ടിൽ ഒന്നിച്ച് കർത്താവിനെ വർഷിപ്പ് ചെയ്ത് നമ്മളങ്ങ് അറിയാതെ ആ വർഷിപ്പിലൂടെ അങ്ങ് ഉറങ്ങിപ്പോകും. And through the worship of Holy Spirit I myself sleep. പിന്നെ ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ രാവിലെ കർത്താവ് എപ്പോഴാണ് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് ആ സമയത്ത് ചില സ്വർഗീയ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുവാനുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ പിന്നെ എഴുന്നേൽക്കുന്നത്. Then I wake up by seeing dreams from Holy Spirit. അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്തു അല്ലെങ്കിൽ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാറുണ്ട്. Sometimes God touch me and call me to wake me up. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സെക്കൻഡിന് മുന്നേ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്പിരിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളിങ്ങനെ കർത്താവുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. That's how we know we've been praying in the spirit during night. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ അറിയാം എന്തോ ഒരു വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. When you wake up, you know in your spirit you were praying for something. Upon a spirit himself intercedes for us with the groanings that words cannot express. Amen. അതുപോലെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുമായിരിക്കും, നമ്മളുടെ സ്പിരിറ്റ് ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്പിരിറ്റിന് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്പിരിറ്റോട് സംസാരിക്കാൻ പറ്റും. When you're cooking, you can do the same. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നേഴ്സസ് ആയിരിക്കും, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങൾക്ക് ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. You maybe nurses when you work, your spirit can talk to God. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കണം. കുറച്ച് ദിവസങ്ങൾ നിങ്ങളെ സ്പിരിറ്റ് ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. You have to practice that, the connection, how to connect the spirit with the Holy Spirit. അല്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് അതാണ് സ്പിരിറ്റ് ഹിംസെൽഫ് ഇന്റർസീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ സ്പിരിറ്റ് മധ്യസ്ഥ അണയ്ക്കും, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കും.
That's how we know the Spirit is interceding for us according to the will of God. ചില സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കും. ചില സമയത്ത് ദൈവാത്മാവ് എന്ത് ചെയ്യും, ആ വിഷയം ഒന്നുകൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ സ്പിരിറ്റിലേക്ക് കൊണ്ടുവരും. Sometimes we pray, then after a while, Holy Spirit reminds us to pray, take it again and pray. ആ വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാത്മാവ് എന്ത് ചെയ്യും, വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തും, ആ സ്പിരിറ്റിൽ കൊണ്ടുവരും ഇന്റർസീഡ് ചെയ്യാൻ വേണ്ടി. God will remind us in the Spirit to intercede for that person again. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിഷമിച്ച് എന്തോ ഒരു പ്രയാസത്തിൽ ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഒമാനി എന്നൊരു കോൾ വന്നു. One day I was so sad and sitting in my office when I had a call from Oman. ഒമാനിൽ നിന്നൊരു ദൈവാസം വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവാത്മാവ് അങ്ങയുടെ മുഖം കാണിക്കുന്നു, എന്താ വിഷയം എന്ന് ചോദിച്ചു. And then this guy called me from Oman and he said, sir, when I sit down and pray, the Holy Spirit is showing me your face. What is the issue? ഞാൻ പറഞ്ഞു, എന്നെ ഇഷ്യൂവിൽ ഞാൻ ഇരിക്കുകയാണ്, അതാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്. And he said, yes, I am in an issue and that's what God showed you. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞങ്ങൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാനിടയായി. Then he prayed with me through the phone. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്പിരിറ്റ്. അപ്പോൾ സ്പിരിറ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തും, എന്താണ് ഇന്റർസീഡ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തും. The Spirit will remind us to intercede in Spirit. അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അന്യഭാഷ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ അതും പ്രാക്ടീസ് ചെയ്യണം. You need to practice that in the Spirit also. സോ ഞാൻ പറഞ്ഞത് സ്പിരിറ്റ് വിത്ത് പ്രേയിങ് ടങ്സിനും വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്റർസീഡ് ഫോർ അസ് വിത്ത് ഗ്രോൺസ് വിത്ത് വേർഡ്സ് കനോട്ട് എക്സ്പ്രസ്, അതും രണ്ടാണ്, രണ്ടും ഒന്നല്ല. These are two things. Groaning in the Spirit is different. Speaking in tongue is different. സോ പ്രേയിങ് ഇൻ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വരുന്ന സ്പിരിറ്റ് ഇന്റർസീഡ്, ദൈവമായിട്ട് ഇന്റർസീഡ് ചെയ്യുന്നു. ടങ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. When we groaning in the Spirit, the Holy Spirit praying in our heart to God, and tongues is the Spirit also. സ്പിരിറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ആണ്. സ്പിരിറ്റ് ടങ്സ് എന്ന് That's the gift of Holy Spirit. പ്രേയിങ് ദ സ്പിരിറ്റ്. അപ്പൊ രണ്ടും അത് കൺഫ്യൂഷൻ ആകരുത്. പലപ്പോഴും പലർക്കും അത് കൺഫ്യൂഷൻ ആകാറുണ്ട്, അല്ലെങ്കിൽ പലർക്ക് അത് തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. ഞാൻ പ്രേയിങ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയാണെന്ന് പലരും വിചാരിക്കാറില്ല. അന്യഭാഷ വേറെ, പ്രേയിങ് സ്പിരിറ്റ് വേറെ. Praying in Spirit is different from when you speak in tongue. അപ്പോൾ സ്പ്രേയിങ് സ്പിരിറ്റും നമ്മൾ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്പ്രേയിങ് സ്പിരിറ്റ്, അതായത് നിങ്ങളുടെ ഹൃദയം ദിവസങ്ങളിൽ പാർന്നു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവോട് ചോദിക്കണം, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധാത്മാവോട് ചോദിക്കണം. അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തോട്ട്സ് നിങ്ങളുടെ ഹൃദയത്തിൽ ഓരോ സബ്ജക്റ്റ് ഇട്ട് വരും, അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. Praying in Spirit is groaning in the Spirit and ask Holy Spirit what subject I have to pray, and God put that topic in your heart. Then you can pray quietly from your spirit to God. അതിനാണ് പ്രേ വിത്ത് മൈ സ്പിരിറ്റ്. എഫേസ്യൽ 1:14 പറയുന്നുണ്ട്, പ്രേ വിത്ത് മൈ സ്പിരിറ്റ്. 1 Corinthians 14:40 says pray with my spirit. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പോൾ അത് ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പറ്റിയ അനുഗ്രഹമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.